ഹായ് ഹലോ. ഈ മഴയൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ലെന്നുറക്കെ പ്രഖ്യാപിച്ചു കൊണ്ട് പോകുന്നത് വേറെ എവിടേക്കുമല്ല ഗൈസ്, ഫുഡ് അടിക്കാനാണ്. അതും ഫ്രീ ആയിട്ട്. സംഭവം എൻ്റെ ആളുടെ ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് പോയതാണ് അവിടേക്ക്. അതുകൊണ്ട് ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ എക്സാക്റ്റ് പ്രൈസോ പേരോ ഒന്നും എനിക്കറിയില്ല. ചുമ്മാ പോയിട്ട് അടിച്ച് മാറിയിട്ട് വന്നു, അത്ര തന്നെ. പിന്നെ ഈ ഷോപ്പിലെ കസ്റ്റമർ സർവീസും ഫുഡിൻ്റെ ക്വാളിറ്റിയും ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ വേറെ ആളും കൂടി ഒപ്പമുള്ളത് കൊണ്ട് ഞാൻ അല്പം ഡീസൻ്റായിട്ടാണ് കഴിച്ചത്. അവർ തരുന്നത് മാത്രം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അവർ കയ്യന്തോറും ഇങ്ങനെ റീഫിൽ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റം നോക്കി വെച്ച മക്കളെ, ഇതിൻ്റെ എക്സാക്റ്റ് പേരെന്താണെന്നറിയില്ല, മട്ടൺ റിബ്സ് അങ്ങനെ എന്തോ സംഭവമാണ്. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത സാധനം. ഞാൻ മട്ടനേ കഴിക്കാത്ത ആളാണ്. ഇത് ഞാൻ മുഴുവനായിട്ട് കഴിച്ചു, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ഐറ്റംസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു, ഞാൻ കഴിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് ഈ ഒരു ഐറ്റം മുന്നിലേക്ക് വന്നത്. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നമുക്കിത് മാത്രം മതി കഴിച്ചിരിക്കാൻ വേണ്ടിയിട്ട്, അത്രയും ടേസ്റ്റാണ്. ഇതിൻ്റെ നെയിം വരുന്നത് തന്തൂരി ബട്ടർ ചിക്കൻ അങ്ങനെ എന്തോ. ഇതിൻ്റെ റേറ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു, 320 സംതിങ് ആണ് വരുന്നത്. പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പോൾ കഴിക്കാമല്ലോ. പിന്നെ ഓരോ ഫുഡ് ഐറ്റംസിനെ പറ്റിയിട്ടും ഞാൻ എടുത്ത് പറയാതിരിക്കുന്നത്, എനിക്കിതിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയില്ല, അതുകൊണ്ടാണ്. പിന്നെ പോയി കഴിച്ചു, അർമാദിച്ച് കഴിച്ചു, അത്ര തന്നെ. പിന്നെ ഡിസേർട്ട്സൊക്കെ വേറെ ലെവൽ സാധനങ്ങളായിരുന്നു. ലോട്ടസ് ബിസ്കോഫ്, ബ്ലൂബെറി, കുനാഫ വിത്ത് ഐസ്ക്രീം എല്ലാം സൂപ്പറായിരുന്നു. ഇവർക്കിപ്പം നിലവിൽ ചെന്നൈയിൽ 3 ബ്രാഞ്ചസുകളോളം ഉണ്ട് ഫെസാറിയുടെ. ഞങ്ങൾ പോയി കഴിച്ചത് പല്ലാവരത്തുള്ള ഫെസാറിയിലാണ്. ഇവിടെ പോയി കഴിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയുക. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കഴിച്ചു നോക്കൂ. അപ്പോൾ ശരി.